ഈയിടെ ഒ.പിയിൽ വന്നൊരു പേഷ്യന്റ് പറയുണ്ടായി കാലിന്റെ തള്ളവിരലിന് വല്ലാതെ മരവിപ്പ്, ഏത് നേരവും ഇങ്ങനെ മരവിച്ചിരിക്കുന്ന പോലെ തോന്നുക, അതേപോലെ കാലിന്റെ അടിഭാഗത്തായിട്ട് ഒരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന. ആൾക്ക് കുറച്ചൊരു ഷുഗറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പരിചയക്കാരോടൊക്കെ പറയുന്ന സമയം അത് ഷുഗറിന്റെ ആയിരിക്കും എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആണ് അയാളോട് എല്ലാവരും പറഞ്ഞത്. ഷുഗറിന്റെ ആണെന്ന് വിചാരിച്ച് അയാളും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് ഇത് വല്ലാണ്ട് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ചെരുപ്പൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ വന്നു. അങ്ങനെയാണ് കൂടുതലായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് അത് മനസ്സിലായത് നമുക്ക് നടുവിന്റെ ഭാഗത്ത് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് വന്ന ഞരമ്പിന്റെ കംപ്രഷൻ കൊണ്ട് ഉണ്ടായ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഈ ഞരമ്പ് വല്ലാതെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് സിഗ്നൽ പാസ് ചെയ്യാൻ പറ്റാതെ അത് ഓൾട്ടേർഡ് സിഗ്നൽസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരിപ്പും ആ ഒരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയൊക്കെ ആൾക്ക് വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പം അവൈലബിൾ ആണ് ഈ ഡിസ്ക് ബൾജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിന്. അതായത് നമ്മൾ ഡീകംപ്രഷൻ, സ്പൈനൽ ഡീകംപ്രഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റോബോട്ടിക് ലേസർ അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഇത്തരം കണ്ടീഷൻസിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ്. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡയബറ്റീസ് കൊണ്ട് വരുന്ന വേദനയും ഇതുപോലെയുള്ളത് ഉണ്ടാവാം. അപ്പം അത് ഏത് കാരണം കൊണ്ടാണെന്നുള്ളത് കൃത്യമായ പരിശോധനകൾ നടത്തി മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സ്വീകരിക്കണം.